ക്വസ്റ്റ്യൻ: മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിനു അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? ഓപ്ഷൻസ്: എ 21-ാം ഭേദഗതി, ഓപ്ഷൻ ബി 24-ാം ഭേദഗതി, ഓപ്ഷൻ സി 26-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 27-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി 24-ാം ഭേദഗതി. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതി 24-ാം ഭേദഗതി 1971. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതി 24-ാം ഭേദഗതി 1971. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24-ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24-ാം ഭേദഗതി. അപ്പോൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതി 24-ാം ഭേദഗതി 1971. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ: പൊതുനിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻസ്: എ അനുച്ഛേദം 15, ഓപ്ഷൻ ബി അനുച്ഛേദം 16, ഓപ്ഷൻ സി അനുച്ഛേദം 20, ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 16. പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 14 നിയമസമത്വം, ആർട്ടിക്കിൾ 15 വിവേചനത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിലെ അവസരസമത്വം, ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 14 നിയമസമത്വം, ആർട്ടിക്കിൾ 15 വിവേചനത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിലെ അവസരസമത്വം, ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്ത പ്രധാനപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻസ്: എ 350, ഓപ്ഷൻ ബി 359, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 360. ആൻസർ ഓപ്ഷൻ ബി 359. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും.
3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 1. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. അപ്പം 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 1. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും. അനുച്ഛേദം 352. അനുച്ഛേദം 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: 1. യുദ്ധം. 2. വിദേശ ആക്രമണം. 3. സായുധ വിപ്ലവം. അനുച്ഛേദം 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: 1. യുദ്ധം. 2. വിദേശാക്രമണം. 3. സായുധ വിപ്ലവം. അനുച്ഛേദം 355. അനുച്ഛേദം 355 പ്രകാരം ബാഹ്യാക്രമണത്തിനും ആഭ്യന്തര കലാപത്തിനും എതിരായി സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയൻ്റെ കർത്തവ്യം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം. അനുച്ഛേദം 355 ബാഹ്യാക്രമണത്തിനും ആഭ്യന്തര കലാപത്തിനും എതിരായി സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയൻ്റെ കർത്തവ്യം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം. അനുച്ഛേദം 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: 1. യുദ്ധം. 2. വിദേശാക്രമണം. 3. സായുധ വിപ്ലവം. അനുച്ഛേദം 355 ബാഹ്യാക്രമണത്തിനും ആഭ്യന്തര കലാപത്തിനും എതിരായി സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയൻ്റെ കർത്തവ്യം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം. അനുച്ഛേദം 358. അനുച്ഛേദം 358 യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അനുച്ഛേദം 358 അനുസരിച്ച് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. അനുച്ഛേദം 358 യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അനുച്ഛേദം 358 അനുസരിച്ച് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്നത് മൗലിക സ്വാതന്ത്ര്യം. അടുത്തത് അനുച്ഛേദം 359. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും അനുച്ഛേദം 359 അനുസരിച്ച് റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും അനുച്ഛേദം 359 അനുസരിച്ച് റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അനുച്ഛേദം 358 യുദ്ധം, വിദേശാക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അനുച്ഛേദം 358 അനുസരിച്ച് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. അനുച്ഛേദം 359 ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും അനുച്ഛേദം 359 അനുസരിച്ച് റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്.